നമസ്കാരം. ഓപ്പൺ വിൻഡോയിലേക്ക് വീണ്ടും സ്വാഗതം. കൂട്ടായ്മയുടെ കരുത്തിൽ ഒരു നാടിൻ്റെ താങ്ങും തണലുമായി മാറിയ ഒരു ചാരിറ്റി സംഘടനയെക്കുറിച്ചാണ് ഓപ്പൺ വിൻഡോ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോതകുറിശ്ശിയിലെ ദയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് തങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഒരു നാടിനാകെ വെളിച്ചമായി മാറുന്നത്. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ സംഘടന ജനമനസ്സുകളിൽ ഇടം നേടിക്കഴിഞ്ഞു. ചാരിറ്റി പ്രവർത്തനം ഇന്ന് നാട്ടിൽ സർവ്വസാധാരണയായി നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഒട്ടേറെ ചാരിറ്റി സംഘടനകൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കോതകുറിശ്ശിയിലെ ദയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം. വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ സംഘടന നാടിൻ്റെ നട്ടെല്ലായി മാറിക്കഴിഞ്ഞു. അവർ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൻ്റെയെല്ലാം ആണിക്കല്ല്. ചാരിറ്റി മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഇന്ന് ദയ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനിയും തങ്ങളുടെ പ്രവർത്തനം എങ്ങനെ വിപുലപ്പെടുത്താം എന്നതിനെപ്പറ്റിയുള്ള ആലോചനയിലുമാണ് ദയയുടെ ഭാരവാഹികൾ. കോതകുറിശ്ശി ആസ്ഥാനമായി കഴിഞ്ഞ 45 വർഷമായി പ്രവർത്തിച്ചു വരുന്ന നവോദയം കലാസമിതിയാണ് തങ്ങൾ നടപ്പാക്കി വന്നിരുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിപുലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് ദയ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് തുടക്കമിടുന്നത്. 2012 ജനുവരി 11 രജിസ്റ്റർ ചെയ്ത ദയയുടെ ഔപചാരികമായ ഉദ്ഘാടനം 2012 ജനുവരി 22 KS സലീഖ MLA ആണ് നിർവഹിച്ചത്. പ്രാരംഭഘട്ടത്തിൽ 60 അംഗങ്ങളുണ്ടായിരുന്ന ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ 101 അംഗങ്ങളാണ് ഉള്ളത്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ വിരമിച്ചവരും യുവാക്കളുമെല്ലാം ഇതിൽപ്പെടുന്നു. സാധാരണക്കാരൻ്റെ സർവോന്മുഖമായ പുരോഗതി, അതാണ് ദയ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. രൂപീകൃതമായി 3 വർഷം കൊണ്ട് തന്നെ ഈ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുവാനും ദയയ്ക്ക് കഴിഞ്ഞു. ലാഭേച്ഛയില്ലാതെയുള്ള സൗജന്യ സന്നദ്ധ സേവന പ്രവർത്തനം, അതാണ് ദയയുടെ പ്രധാന ആശയം. ഈ ലക്ഷ്യത്തോടെ അവർ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ഒന്നല്ല, നിരവധിയാണ്. എല്ലാ മേഖലയിലും ദയ ഇന്നവരുടെ കയ്യൊപ്പ് ചാർത്തിക്കഴിഞ്ഞു. അശരണർക്ക് ഒരു കൈത്താങ്ങ്, വിദ്യാർത്ഥികൾക്കായി ദയയുടെ വിജയമന്ത്രം, കാർഷിക മേഖലയിൽ പുത്തൻ ചുവടുവയ്പ്. ദയയുടെ പ്രവർത്തനം ഇന്ന് ഏതെങ്കിലും ഒരു മേഖലയായി തരംതിരിക്കാൻ കഴിയില്ല. പാലിയേറ്റീവ് കെയർ, എഡ്യൂക്കേഷൻ സപ്പോർട്ട്, ആംബുലൻസ് സർവീസ്, സോഷ്യൽ വെൽഫെയർ, ഫ്രീസർ സർവീസ്, ഇക്കോ ഫ്രണ്ട്ലി മൊബൈൽ ക്രിമേഷൻ സിസ്റ്റം എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായി തിരിച്ചിരിക്കുന്ന ദയയുടെ പ്രവർത്തനങ്ങൾ പ്രത്യേക സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടാണ് നടത്തിവരുന്നത്. പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽ ഇന്ന് 68ഓളം ഗുണഭോക്താക്കൾ ദയയ്ക്കുണ്ട്. ദയയുടെ സന്നദ്ധ സേവകർ പാരാമെഡിക്കൽ വിദഗ്ധർക്കൊപ്പം ഇവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുകയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ധനസഹായവും മരുന്നുകളും സൗജന്യമായി നൽകി വരുന്നു. ഈ രംഗത്ത് ദയ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ അവരുടെ വിശാല മനസ്കത വ്യക്തമാക്കുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഇടപെടാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ദയ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 101 അംഗങ്ങളുള്ള ഈ സംഘത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും അംഗങ്ങളാണ്. ഓരോരുത്തരും അവരവർക്ക് ചെയ്യാവുന്ന സന്നദ്ധ സേവനങ്ങൾ ഇതിനു വേണ്ടി നൽകി വരുന്നുമുണ്ട്.
സാമ്പത്തിക സഹായങ്ങൾക്ക് പുറമെ ഞങ്ങൾക്ക് വേണ്ട സേവന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഇതിലെ ടീമംഗങ്ങൾ വളരെ ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽ രോഗഗ്രസ്തരായി കിടക്കുന്ന രോഗികളുടെ വീട്ടിലെത്തി പാരാമെഡിക്കൽ ടീം അവർക്ക് വേണ്ട സൗജന്യ പരിചരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടറുടെ സേവനം ആവശ്യമുള്ളപ്പോൾ ഞങ്ങളുടെ ഈ സംഘത്തിൽ തന്നെ ഒരു ഡോക്ടർ അംഗമായിട്ടുണ്ട്. അദ്ദേഹം അവിടെ എത്തും, വേണ്ട നിർദ്ദേശങ്ങൾ നൽകും, തിരികെ പോരും. ബാക്കി പാരാമെഡിക്കൽ ടീം അവിടെ വെച്ച് തന്നെ, വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന എല്ലാ വൈദ്യസഹായങ്ങളും നൽകുന്നു. അതിന് പുറമെ അവർക്കുള്ള മാനസിക പിന്തുണയും ഞങ്ങൾ നൽകി വരുന്നുണ്ട്. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന രോഗികൾക്ക് സൗജന്യമായി മരുന്ന് ലഭ്യമാക്കാനുള്ള നടപടികളും ചെയ്തു വരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ ഏകദേശം 12ഓളം രോഗികൾക്ക് 10,200 രൂപ സൗജന്യമായി മരുന്നുകൾക്ക് നൽകി വരുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും ഈ നാടിൻ്റെ വിജയമന്ത്രമാണ് ഇന്ന് ദയ. ഇതിനായി എഡ്യൂക്കേഷൻ സപ്പോർട്ട് എന്ന പദ്ധതിയാണ് ദയ നടപ്പാക്കുന്നത്. നിർധനരായ വിദ്യാർത്ഥികൾക്കായി പഠന സഹായം, ഇവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക സഹവാസ ക്യാമ്പുകൾ, പഠന യാത്രകൾ എന്നിവ ദയ സംഘടിപ്പിച്ചു വരുന്നു. ഇതിനു പുറമെ വൈദ്യുതിയില്ലാത്ത വിദ്യാർത്ഥികളുടെ വീടുകളിൽ സൗജന്യമായി വയറിംഗ് ചെയ്ത് വൈദ്യുതി നൽകുക, വികലാംഗ വിദ്യാർത്ഥികൾക്കായി റാമ്പുകൾ നിർമ്മിച്ചു നൽകുക, സംഗീതത്തിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്ക് സംഗീത പഠനത്തിനുള്ള സഹായം എന്നിങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു മുഴുനീള പ്രവർത്തനം തന്നെ ദയ ഏറ്റെടുത്തു കഴിഞ്ഞു. സഹവാസ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക വഴി വിദഗ്ധരുമായി വിദ്യാർത്ഥികൾക്ക് സംവദിക്കുവാനുള്ള അവസരം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി, പ്രഥമ ശുശ്രൂഷ, ഊർജ സംരക്ഷണം, ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണം, ജൈവ ആഹാര രീതിയുടെ പ്രസക്തി തുടങ്ങി ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമകാലീന പ്രശ്നങ്ങളിലെല്ലാം സമർത്ഥമായ ഒരു ഇടപെടൽ ദയ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തു മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ദയ പിന്തുണയും പ്രോത്സാഹനവും നൽകി അർഹതപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ദയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 6 സബ് കമ്മിറ്റികളിലെ ഒരു സബ് കമ്മിറ്റിയാണ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് സബ് കമ്മിറ്റി. ഈ സബ് കമ്മിറ്റിയുടെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ 3 വർഷം കൊണ്ട് നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിർധനരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നൽകുക എന്നതാണ്. അതത് സ്കൂളുകളിൽ പോയി ഹെഡ് മാസ്റ്റർമാർ നൽകുന്ന ലിസ്റ്റ് പ്രകാരം കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട കുട, ബാഗ്, നോട്ട് ബുക്കുകൾ, മറ്റ് പഠനോപകരണങ്ങൾ, അതുപോലെ തന്നെ യൂണിഫോം തുടങ്ങിയ ഏകദേശം ഒരു കുട്ടിക്ക് 1000-1200 രൂപ വില മതിക്കുന്ന പഠനോപകരണങ്ങളാണ് നമ്മൾ നൽകിപ്പോരുന്നത്. വെറും കുട്ടികൾക്ക് കുട, ബാഗ് തുടങ്ങിയ മെറ്റീരിയൽസ് കൊടുത്ത് അവസാനിപ്പിക്കാതെ ഈ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പല പദ്ധതികളും നമ്മൾ ഇന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് അവർക്ക് പഠനത്തിലും അവരുടെ ആത്മവിശ്വാസത്തിലും ഒരുപാട് വർധനവ് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ദയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് എന്നുള്ള വിഭാഗം നടത്തിക്കൊണ്ടുപോരുന്നത്. ഇതിന് ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം അധ്യാപകരുടെ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു സന്നദ്ധ സേവനമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. നേരത്തെ പറഞ്ഞ സൺഡേ ക്ലാസ്സുകളിലും ക്യാമ്പുകളിലും തികച്ചും സന്നദ്ധ പ്രവർത്തനങ്ങളായിട്ടാണ് അധ്യാപകർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഒരു ദിവസം മുഴുവനായിട്ട് ഈ കുട്ടികളുമായിട്ട് സംവദിക്കാൻ ഇന്റേണൽ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ അധ്യാപകരുണ്ട്, LP
UP വിഭാഗങ്ങളിലെ അധ്യാപകരുണ്ട്. കൂടാതെ എക്സ്റ്റേണൽ ഫാക്കൽറ്റീസും തന്നെ നല്ല സഹകരണത്തോടു കൂടിയാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സപ്പോർട്ട് കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് തികച്ചും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യത്തെ നോക്കിക്കാണുന്നത്. ഒരു നല്ല വിഭാഗം ജനതയെ ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യവും ഈ ദയ എഡ്യൂക്കേഷൻ സപ്പോർട്ട് കമ്മിറ്റിയുടെ പേരിലുണ്ട്. ഹയർ ലെവൽ സ്റ്റഡീസിനും ഞങ്ങൾ ചില കുട്ടികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ തുടർ പഠനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. ദയ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടിയാണ് മുന്നോട്ടു പോകുന്നത്. ഒരു പ്രദേശത്തിൻ്റെ വികസനമല്ല, ഒരു സമൂഹത്തിൻ്റെ വികസനമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. സമീപ പഞ്ചായത്തുകളിൽ ഉള്ളവർ കൂടി ഇന്ന് ദയയുടെ ഭാഗഭാക്കാണ്. സാമൂഹ്യക്ഷേമ വിഭാഗത്തിൽ ദയ നടപ്പാക്കി വരുന്ന പ്രവർത്തനങ്ങൾ അവരുടെ പ്രതിജ്ഞാബദ്ധത തെളിയിക്കുന്നു. മറ്റ് ചാരിറ്റി സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ദയ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഫുഡ് സെക്യൂരിറ്റി സർവീസ്. കുടുംബം പുലർത്തിയിരുന്ന അംഗത്തിൻ്റെ രോഗാവസ്ഥയോ മരണമോ മൂലമുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ ആവശ്യകത വിലയിരുത്തി 500 രൂപ മുതൽ 2000 രൂപ വരെയുള്ള അവശ്യ ഭക്ഷണ സാധനങ്ങൾ ആ കുടുംബത്തിന് പ്രതിമാസം നൽകി വരുന്ന പദ്ധതിയാണ് ഇത്. ഇന്ന് ഏകദേശം 43 കുടുംബങ്ങൾക്ക് ദയയുടെ ഈ സഹായം കിട്ടുന്നു. സാധാരണ വീട്ടുകളിലെ ഗൃഹനാഥൻ അധ്വാനിച്ച് കുടുംബം പുലർത്തിയിരുന്ന ആൾ രോഗഗ്രസ്തനാവുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ ആ കുടുംബം പട്ടിണിയിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ നൽകി വരുന്നുണ്ട്. ആ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും കടകളുമായി ബന്ധപ്പെടുത്തി അവർക്കൊരു മാസം 1000 മുതൽ 1500 രൂപ വരെയുള്ള ഭക്ഷണ സാധനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു. ഇതിലൂടെ ആ വീട്ടിലെ ഗൃഹനാഥയ്ക്ക് അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾക്ക് പട്ടിണി കിടക്കാതെ കഴിയാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കും. ഇവിടെ എല്ലാം ഞങ്ങൾ അനുവർത്തിക്കുന്ന ഒരു പ്രത്യേക നയമുണ്ട്. ആർക്കും തന്നെ സാമ്പത്തിക സഹായം പൈസയുടെ രൂപത്തിൽ നൽകുന്നതല്ല എന്നതാണ്. മരുന്ന് വേണ്ട ആളുകൾക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ ഏർപ്പെടുത്തി കൊടുത്ത് സൗജന്യമായി അവിടുന്ന് മരുന്ന് കിട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. ഭക്ഷണ സാധനങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് അവരുടെ വീടിനടുത്തുള്ള കടകളിൽ ഏർപ്പെടുത്തി കൊടുത്ത് അവിടുന്ന് ഭക്ഷണ സാധനങ്ങൾ കിട്ടാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സഹായം നൽകുന്ന അംഗങ്ങൾക്കും മറ്റ് അഭ്യുദയകാംക്ഷികൾക്കും അവർ നൽകുന്ന പൈസ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട്. ശസ്ത്രക്രിയയ്ക്കും മറ്റും വിധേയരാകുന്ന രോഗികൾക്ക് രക്തം ലഭ്യമാക്കാൻ വേണ്ടി ദയ നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഫ്രീ ബ്ലഡ് വളണ്ടിയർ കാർഡ്. ദയയിലെ വളണ്ടിയർമാർ മുൻകൂറായി പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ രക്തം ദാനം ചെയ്തു കിട്ടുന്ന കൂപ്പൺ രോഗികൾക്ക് ലഭ്യമാക്കിക്കൊണ്ട് ആവശ്യമായ ഗ്രൂപ്പിൽപ്പെട്ട രക്തം പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ നിന്നും സൗജന്യമായി അവർക്ക് കിട്ടും വിധമാണ് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരുമ്പോൾ ആവശ്യമായിരുന്ന ബ്ലഡ് സൗജന്യമായി കിട്ടാൻ വേണ്ട സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദയ ടീമിലുള്ള വളണ്ടിയർമാർ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ബ്ലഡ് ബാങ്കിൽ പോയി രക്തം ദാനം ചെയ്ത് അപ്പോൾ ലഭിക്കുന്ന കൂപ്പൺ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഏതെങ്കിലും ഒരു രോഗിക്ക് രക്തം ആവശ്യമായി വരുമ്പോൾ ഈ കൂപ്പൺ നൽകുന്നതിൻ്റെ ഫലമായി അയാൾക്ക് ആവശ്യമുള്ള ബ്ലഡ് ഗ്രൂപ്പ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്നതാണ് ഈ സൗകര്യം. അതുകൊണ്ട് തന്നെ ഒരു രക്തദാതാവിനെ ആസ്പത്രി വരാന്തയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മെനക്കെടുത്തി നിർത്തുകയോ അല്ലെങ്കിൽ മറ്റ് അന്വേഷിച്ച് പരക്കം പായുകയോ ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും ഇവിടുത്തെ സാധാരണക്കാരന് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ട്. സാമൂഹ്യക്ഷേമ മേഖലയിൽ ദയ ഏറ്റെടുത്ത മറ്റൊരു പദ്ധതിയാണ് ദയ ഗ്രീൻ കാർഡ് പദ്ധതി. പൊതുസ്ഥലത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പാക്കി വരുന്നത്. കൂടാതെ നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകിയും ദയ തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റി വരുന്നു.
ദയ പുതുതായി ഏറ്റെടുത്ത ഒരു പ്രവർത്തനമാണ് കയ്യോട് കൈ. അന്യം നിന്നു പോകുന്ന കാർഷിക മേഖലയെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ദയ നടപ്പാക്കിയ ഈ പദ്ധതി വൻ വിജയമായി മാറിക്കഴിഞ്ഞു. കാർഷിക മേഖലയിലേക്കുള്ള ദയയുടെ ഒരു കാൽവെപ്പ് കൂടിയാണ് കയ്യോട് കൈ പദ്ധതി. കാർഷിക മേഖലയിൽ പുതിയൊരു ചുവടുവെപ്പ് എന്ന് വേണമെങ്കിൽ ദയയുടെ കയ്യോട് കൈ പദ്ധതിയെ വിശേഷിപ്പിക്കാം. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നെൽകൃഷിയെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദയ ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. പ്രദേശത്ത് തരിശായി കിടന്നിരുന്ന 10 ഏക്കറോളം സ്ഥലത്താണ് ദയയുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയത്. സ്ഥലമുടമയായ കർഷകരുടെ കൂടി സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കി വരുന്നത്. ജൈവരീതിയിൽ നടപ്പാക്കിയ കൃഷിയിൽ കാഞ്ചന വിത്താണ് നട്ടത്. കൃഷിയുടെ മേൽനോട്ടവും ചിലവുകളുമെല്ലാം ദയയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. ദയയുടെ കയ്യോട് കൈ പദ്ധതിയും വൻ വിജയമായി. 100 മേനി വിളവാണ് ഈ കൂട്ടായ്മയിൽ കൊയ്തെടുത്തത്. ലാഭം ലക്ഷ്യമാക്കാതെ കാർഷിക വൃത്തിയിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദയ കാർഷിക മേഖലയിൽ കാൽവച്ചിരിക്കുന്നത്. യുവാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ഇന്ന് ദയയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. നെല്ല് വിറ്റ് കിട്ടുന്ന ലാഭം കൃഷിയിറക്കിയ കർഷകന്റെ സ്ഥലത്തിന് ആനുപാതികമായി വീതിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. കൃഷി വൻ വിജയമായതോടെ 2ാം വിളയ്ക്കും പാടത്ത് തുടക്കമിട്ടു കഴിഞ്ഞു. അടുത്ത പടിയായി ജൈവ പച്ചക്കറി കൃഷി കൂടി ആരംഭിക്കാനാണ് ദയയുടെ നീക്കം. ദയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു വേറൊരു വിങ്ങായിട്ട് കൊണ്ട് ഞങ്ങളൊരു ശ്രമം തുടങ്ങിയതാണ് കയ്യോട് കൈ എന്നുള്ള ഒരു സംരംഭം. ഇത് കൂടുതലായിട്ട് ഞങ്ങൾ തുടക്കം എന്നുള്ള നിലക്ക് നെൽകൃഷിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമം തുടങ്ങിയിട്ടുള്ളത്. അത് ഓരോ സോണുകളായി തിരിച്ചുകൊണ്ട് ഏകദേശം 15 ഏക്കറുകളിലായിട്ടാണ് ഞങ്ങളിപ്പോൾ കൃഷി ആരംഭം കുറിച്ചിട്ടുള്ളത്. അത് ഈ കൃഷി തുടങ്ങുന്ന തന്നെ ഇവിടുത്തെ കർഷകരും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും അതുപോലെ യന്ത്രവൽകൃത യോജിപ്പിച്ചു കൊണ്ടിട്ടുള്ള കർഷക തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഞങ്ങളിവിടെ കൃഷി പ്രാവശ്യം തുടങ്ങിയിട്ടുള്ളത്. അത് വളരെ 100% വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിന് പറയുകയാണെങ്കിൽ ഈ 1ാം വിളയിൽ അനങ്ങനടി പഞ്ചായത്തിൽ ഏകദേശം 2% മാത്രമാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കൃഷി ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അതിൽ 1% എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ഒരു കയ്യോട് കൈ എന്നുള്ള സമ്പ്രദായയുടെ ആഭിമുഖ്യത്തിലുള്ള കയ്യോട് കൈയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെയ്തു. അത് നല്ല വിജയമാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് ഈ നാട്ടുകാരും ഇവിടെയുള്ള കർഷകരും കർഷക തൊഴിലാളികളും എല്ലാവരും. പിന്നെ ഞങ്ങൾ 2ാം വിളയ്ക്ക് വേണ്ടിയിട്ടുള്ള വിത്ത് പാകിക്കഴിഞ്ഞു. ഇതൊരു ലാഭേച്ഛ കൂടാതെ ഏറ്റവും നല്ല ജൈവ രീതിയിലുള്ള നെൽകൃഷി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് ഇനിയും അത് ഈ ഒരു നെൽകൃഷിയിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ 2ാം വിള കഴിഞ്ഞാൽ ഞങ്ങൾ പച്ചക്കറി കൃഷിയിലേക്കും പോകുന്നുണ്ട്. മറ്റ് പല മേഖലകളിലേക്ക് കാർഷിക മേഖലകളിലേക്ക് ഫലം വ്യാപിച്ച് ഏറ്റവും നല്ല പച്ചക്കറി ഏറ്റവും നല്ല രീതിയിലുള്ള ജൈവ ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയും പൂർണ്ണമായും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ച് അത് അവർക്ക് കൂടുതൽ ജൈവ കൃഷിയോട് താല്പര്യം വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത്. അധികമാരും മുന്നോട്ട് വരാത്ത സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും ഇന്ന് ദയ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൽ ചിലതാണ് മൊബൈൽ ഫ്രീസർ സർവീസ്, ഇക്കോ ഫ്രണ്ട്ലി മൊബൈൽ ക്രിമേഷൻ സിസ്റ്റം, ആംബുലൻസ് സേവനം എന്നിവ. സന്നദ്ധ സേവന മേഖലയിൽ ദയയെ വേറിട്ടു നിർത്തുന്നതും ഇതൊക്കെ തന്നെ.
ദയ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തമായ ചിലതാണ് ഫ്രീസർ സർവീസും ഇക്കോ ഫ്രണ്ട്ലി മൊബൈൽ ക്രിമേഷൻ സിസ്റ്റവും ആംബുലൻസ് സേവനവുമെല്ലാം. ഒരു ചാരിറ്റി സംഘടനയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ സേവനങ്ങൾ. ആരെങ്കിലും മരണപ്പെട്ടാൽ വിദൂരത്തുള്ള വേണ്ടപ്പെട്ടവർ എത്തും വരെ മൃതശരീരം സൂക്ഷിക്കാവുന്ന മൊബൈൽ ഫ്രീസർ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് ദയ നൽകി വരുന്നത്. ഇതുപോലെ തന്നെയാണ് ആംബുലൻസ് സേവനവും. ലാഭേച്ഛയില്ലാതെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ആംബുലൻസ് സേവനം ദയ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിർധനരായ രോഗികൾക്ക് 50% വരെ ഇളവും അത്യാവശ്യ ഘട്ടങ്ങളിൽ പൂർണ്ണമായും സൗജന്യമായും ഈ സേവനങ്ങൾ നൽകുന്നു. ദയ ഏർപ്പെടുത്തിയ എക്കോ ഫ്രണ്ട്ലി മൊബൈൽ ക്രിമേഷൻ സിസ്റ്റം ഇന്ന് പ്രചാരം നേടിക്കഴിഞ്ഞു. മരങ്ങൾ വെട്ടി ശവദാഹം നടത്തുന്നതിന് പകരം ചിരട്ട മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള സംസ്കാര രീതിയാണ് ഇത്. കുറഞ്ഞ സ്ഥലം മാത്രമുള്ളവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സംസ്കാര രീതി കൂടിയാണ് ഇത്. പ്രകൃതിക്ക് യാതൊരു ദോഷവുമില്ലെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആവശ്യമുള്ളവർ ദയയുമായി ബന്ധപ്പെട്ടാൽ വീടുകളിൽ വന്ന് സംസ്കാര ചടങ്ങുകൾ ചെയ്തു കൊടുക്കും വിധമാണ് ഈ സജ്ജീകരണം. ദയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ക്രിമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു മേഖലയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. 3 വർഷമായി പാവപ്പെട്ട ജനങ്ങൾക്കും അല്ല നാട്ടിലുള്ള മറ്റ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ വിറക് അല്ലെങ്കിൽ മരം വെട്ടാണ്ട് തന്നെ ഞങ്ങൾ ചിരട്ട ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ സംസ്കാരം നടത്തുന്നത്. ഇതിനും ലാഭം ഉദ്ദേശിച്ചിട്ടല്ല. ഇതും ദയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മറ്റൊരു പ്രവർത്തന മേഖലയാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ശാന്തി തീരവും അയ്യർ മഠം ഈ 2 സ്ഥലത്താണ് ശവസംസ്കാരം നടന്നിരുന്നത്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് ഇത് ബ്ലോക്കായ സമയത്ത് ഞങ്ങളുടെ ഈ പെട്ടി ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ സംസ്കാരത്തിന് കൊണ്ടുപോയിരുന്നത്. ഇന്നും ചിരട്ട മാത്രമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. മിക്കവാറും ആളുകൾ പിന്നോട്ട് വലിഞ്ഞിരിക്കുന്ന ഈ സമയത്താണ് ഞങ്ങൾ ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ഏകോപനമായി സ്വന്തമായ ഒരു കെട്ടിടം എന്ന സ്വപ്നവും ദയ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വയോജന സഹവാസ കേന്ദ്രം ഉൾപ്പെടെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദയയുടെ കെട്ടിട നിർമ്മാണം ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലാണ്. രണ്ട് നിലകളിലായി പണിയുന്ന ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ദയയുടെ എല്ലാ പ്രവർത്തനവും ഒരു കുടക്കീഴിലാവും. കേവലം 3 വർഷങ്ങൾ കൊണ്ടാണ് ദയ വിജയത്തിന്റെ ഈ പടവുകൾ പിന്നിട്ടത്. അതിനവർക്ക് ഏറ്റവും പിന്തുണയും പ്രോത്സാഹനവും ആയത് നാട്ടുകാർ തന്നെയാണ്. ഇന്ന് ദയ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നാട്ടുകാരും ഒപ്പമുണ്ട്. സഹാനുഭൂതിയുടെ ഒരു സ്നേഹ സ്പർശമായി ദയ മാറിക്കഴിഞ്ഞു. ഒരു കൂട്ടായ്മയുടെ വിജയഗാഥയാണ് അത്. ആർക്കും മാതൃകയാക്കാവുന്ന ഒന്ന്. ഓപ്പൺ വിൻഡോ ഇവിടെ സമാപിക്കുന്നു.